അമേരിക്കയുടെ സർവാധിപത്യം അവസാനിപ്പിക്കുക എന്നത് ഉത്തര കൊറിയയുടെ സ്വപ്നവും സർവോപരി അവരുടെ ആവശ്യവുമാണ്. അതിനുവേണ്ടി രഹസ്യായുധങ്ങൾ നിർമ്മിക്കുകയാണ് ഉത്തര കൊറിയ എന്ന് ഭരണാധികാരിയായ കിം ജോങ് ഉൻ തന്നെ പ്രസ്താവിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ചൈനയുമായി ചേർന്ന് പല രഹസ്യ നീക്കങ്ങളും നടത്തുകയാണ് അദ്ദേഹം. ചൈന ഉത്തര കൊറിയ ബന്ധം ദൃഢമാകുന്നത് തോറും ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് അമേരിക്കയ്ക്കും അതുപോലെ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കുമാണ്. കിമ്മിനോടുള്ള നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റ് ചെയ്യണം. നമുക്ക് എന്താണ് ഉത്തര കൊറിയ ചൈന സൗഹൃദത്തിലേക്കും അവരിപ്പോൾ ചെയ്ത കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഉത്തര കൊറിയ ഒറ്റപ്പെടൽ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയുമായുള്ള ദൃഢമായ സൗഹൃദം അവർക്കൊരു നിർണായക പിന്തുണയായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. പരമ്പരാഗതമായി സഖ്യകക്ഷികളായ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിന്റെ സൂചനകളാണ് സമീപകാല സംഭവങ്ങളൊക്കെ നൽകുന്നത്. ആഗോളവേദിയിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളും നയതന്ത്രപരമായ അകൽച്ചയും നേരിടുന്ന കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തിന് ചൈന നൽകുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ പിന്തുണ പുതിയ ലോകക്രമത്തിലെ സഖ്യകക്ഷികളുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് നൽകുന്നത്. ഈ കൂട്ടായ്മയുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സോൺ ഹുയി ചൈനീസ് തലസ്ഥാനത്തേക്കുള്ള ഒരു മാസത്തിനിടെയുള്ള രണ്ടാമത്തെ സന്ദർശനത്തിൽ ഉന്നത നയതന്ത്രജ്ഞനായ വാങ് യിയുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ആഴവും അതുപോലെ തന്നെ പരസ്പര വിശ്വാസവും വ്യക്തമാക്കുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഉത്തര കൊറിയയുമായിട്ടുള്ള ബന്ധം തന്ത്രപരമായ ഒരു വിഷയം തന്നെയാണ്. അമേരിക്കയുടെ സ്വാധീനമുള്ള ദക്ഷിണ കൊറിയയ്ക്കും മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികൾക്കുമെതിരെ നിലനിൽക്കുന്ന ഒരു ബഫർ രാജ്യമായിട്ട് ഉത്തര കൊറിയ പ്രവർത്തിക്കുന്നുണ്ട്. കൊറിയൻ ഉപദ്വീപിൽ സമാധാനം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും ചൈനയ്ക്ക് വലിയ പങ്കുണ്ട്. കൂടാതെ ഐക്യരാഷ്ട്രസഭയിലെ ഉത്തര കൊറിയക്കെതിരായ പ്രമേയങ്ങളെ വീറ്റോ ചെയ്തുകൊണ്ട് ചൈന പതിവായി പോങ്യോങ്ങിന് നയതന്ത്രപരമായ സംരക്ഷണവും നൽകി വരുന്നുണ്ട്. ഇത് ഉത്തര കൊറിയയ്ക്ക് ഉപരോധങ്ങളെ അതിജീവിക്കാനും അതുപോലെ തന്നെ തങ്ങളുടെ ആണവ മിസൈൽ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനും വലിയ സഹായമാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് നൽകുന്നത്. മറുവശത്താകട്ടെ ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരു രക്ഷകർത്താവിനെ പോലെയാണ് അവർക്ക്. അതായത് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപാട് ഉപരോധങ്ങൾ അവർ നേരിടുന്നുണ്ട്. ചൈനയിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളും വ്യാപാരവുമാണ് ഉത്തര കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് പോലും. ഭക്ഷ്യവസ്തുക്കളും ഊർജ്ജവും ഉൾപ്പെടെയുള്ള ആവശ്യ വസ്തുക്കൾ ചൈന വഴി രാജ്യത്തേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തിന് ലോകവേദിയിൽ നിയമസാധുത ഉറപ്പുവരുത്തുന്നതിലും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ പ്രതിരോധിക്കുന്നതിലും ചൈനയുടെ ഉറച്ച നിലപാട് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സഹകരണം സൈനിക സാങ്കേതിക മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഈ ബന്ധം കേവലം നയതന്ത്രപരമായ ഒത്തുതീർപ്പുകൾക്കപ്പുറം ശക്തമായ ഒരു സഖ്യമായി വളരുന്നു എന്നതിന്റെ വലിയ സൂചനയാണ് നൽകുന്നത്. ഏഷ്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ആഗോള രാഷ്ട്രീയ ശക്തി സമവാക്യങ്ങളിലും ചൈന ഉത്തര കൊറിയ കൂട്ടുകെട്ടിന്റെ പ്രസക്തി വരും കാലങ്ങളിൽ വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. മാത്രവുമല്ല നമുക്കറിയാവുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അമേരിക്കൻ വിരുദ്ധ ചേരിയായിട്ട് ചൈനയും അതുപോലെ തന്നെ ഉത്തര കൊറിയയും റഷ്യയും ഇറാനും ഒക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ ഒരു സമയത്താണ് ഉത്തര കൊറിയയ്ക്ക് അമേരിക്കയുടെ വലിയ ശത്രുവായിട്ടുള്ള ചൈന ഇത്തരത്തിലുള്ള സഹായങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. എന്തായാലും മാറിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൗഹൃദപരമായ ഈ ബന്ധം അമേരിക്കയുടെയും അതിന്റെ പ്രധാന സഖ്യകക്ഷികളായിട്ടുള്ള ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെയും സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയാകാൻ ശ്രമിക്കുന്ന ചൈനയും മറുവശത്ത് ആണവ ശക്തിയായി സ്വയം പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്ന ഉത്തര കൊറിയയും ചേർന്ന് രൂപീകരിക്കുന്ന ഈ കൂട്ടുകെട്ട് ഏഷ്യ പസഫിക് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ആഗോളവേദിയിൽ നയതന്ത്രപരമായി ഒറ്റപ്പെട്ട ഒരു രാജ്യത്തിന് UN ഉപരോധങ്ങൾക്കിടയിലും ചൈന നൽകുന്ന തന്ത്രപരവും സാമ്പത്തികവുമായ പിന്തുണ കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ അമേരിക്കൻ സ്വാധീനത്തിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിട്ട് മാറുകയാണ്. ഉത്തര കൊറിയയ്ക്ക് ചൈന നൽകുന്ന പിന്തുണ ആണവ നിരായുധീകരണ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് അമേരിക്ക നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ പരീക്ഷണങ്ങൾ തടയാൻ UN രക്ഷാസമിതിയിൽ കൊണ്ടുവരുന്ന പ്രമേയങ്ങളെ ചൈന പതിവായി വീറ്റോ ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളെ ഫലപ്രദമല്ലാതാക്കുന്നത് ചൈനയുടെ ഈ വീറ്റോ അധികാരം തന്നെയാണ്. ചൈനയുടെ ഈ നയതന്ത്രപരമായിട്ടുള്ള സംരക്ഷണം കിം ജോങ് ഉന്നിന്
തങ്ങളുടെ ആയുധ പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള വലിയ ധൈര്യം നൽകുന്നുണ്ട്. ഇത് കൊറിയൻ ഉപദ്വീപിൽ സുരക്ഷാ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ അമേരിക്കൻ സഖ്യകക്ഷികളെ കൂടുതൽ സൈനികവൽക്കരണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദക്ഷിണ കൊറിയയും ജപ്പാനും തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കയുമായി സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും മേഖലയിൽ പുതിയൊരു ശീതസമര സാഹചര്യത്തിനും ഇത് കളമൊരുക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ചൈനയുടെ താല്പര്യം ഉത്തര കൊറിയയെ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് നിലനിർത്തുക എന്നത് തന്നെയാണ്. അതായത് ചൈനയുടെ അതിർത്തിയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇല്ലാതാക്കുക എന്നതാണ് ഇതിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം, അതായത് ചൈനയുടെ ലക്ഷ്യം. ചൈന ഉത്തര കൊറിയ കൂട്ടുകെട്ട് ശക്തമാകും തോറും അമേരിക്കയ്ക്ക് ദക്ഷിണ കൊറിയ, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ തങ്ങളുടെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടുതൽ വിഭവങ്ങളും വിനിയോഗിക്കേണ്ടതായി വരും. ഇത് അമേരിക്കയുടെ ആഗോള തന്ത്രപരമായ ശ്രദ്ധ ഏഷ്യയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതാക്കുകയും അതുപോലെ മറ്റ് ലോകമേഖലയിലെ ഇടപെടലുകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. കൂടാതെ ഉത്തര കൊറിയ ഉപയോഗിച്ച് ചൈന നടത്തുന്ന സാമ്പത്തിക നീക്കങ്ങൾ ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഉത്തര കൊറിയയുടെ ശ്രമങ്ങളെ സഹായിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങളുടെ ഫലപ്രാപ്തി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ചൈന ഉത്തര കൊറിയ സഖ്യം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമല്ല, മറിച്ച് പടിഞ്ഞാറൻ ആധിപത്യമുള്ള ലോകക്രമത്തിന് ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരുന്നതിന്റെ പ്രതിഫലനമാണ്. ഈ കൂട്ടായ്മ ആണവ ഭീഷണി, അതുപോലെ പ്രാദേശിക സംഘർഷങ്ങൾ, നയതന്ത്രപരമായ ഒറ്റപ്പെടൽ തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉറക്കം കെടുത്തുന്ന ഒരു നിർണായകമായിട്ടുള്ള ഘടകമായിട്ട് തുടരുമെന്നതിൽ യാതൊരു സംശയവും ഇപ്പോൾ വേണ്ട. ചൈനയുടെ ശക്തമായ പിന്തുണയാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ വകവെക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ഉത്തര കൊറിയയ്ക്ക് കഴിവ് നൽകുന്നത് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. ചൈനയുടെ സഹായമില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയാത്ത ഉത്തര കൊറിയയ്ക്ക് ഈ പിന്തുണയിലൂടെ അതിന്റെ ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതാണ്. UN സുരക്ഷാ കൗൺസിൽ ഏർപ്പെടുത്തുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങളെ ദുർബലപ്പെടുത്താൻ ചൈന പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഉത്തര കൊറിയയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും അതുപോലെ വ്യാപാര സൗകര്യങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ സാമ്പത്തിക ലൈഫ് ലൈൻ കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തിന് അതിജീവനത്തിനുള്ള ഓക്സിജൻ നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറെ പ്രകോപനപരമായിട്ടുള്ള മിസൈൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ തുടരാനുള്ള ധാർഷ്ട്യം കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തിന് നൽകുന്നത് ചൈനയുടെ ഈ സപ്പോർട്ട് തന്നെയാണ്. തൽഫലമായി കൊറിയൻ ഉപദ്വീപിലെ സംഘർഷ സാധ്യത വർദ്ധിക്കുകയും ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളെ സ്വന്തം സുരക്ഷയ്ക്കായി കൂടുതൽ സൈനിക സന്നാഹങ്ങൾ ഒരുക്കാനും ഭാവിയിൽ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ ആണവായുധ വ്യാപനത്തിന് വഴിയൊരുക്കുന്ന സാധ്യത ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഉത്തര കൊറിയയോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ചൈനയുടെ സ്വയം തന്ത്രപരമായ താല്പര്യങ്ങളാണ് ഈ പിന്തുണയുടെ അടിസ്ഥാനമെന്ന് ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ ഒരു ഭരണകൂടം തകരുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ചൈനയിലേക്ക് പ്രവഹിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രധാനമായും ഉത്തര കൊറിയ ഒരു ബഫർ സ്റ്റേറ്റായി നിലനിൽക്കുന്നില്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയുള്ള ഏകീകൃത കൊറിയ ചൈനയുടെ അതിർത്തിക്ക് തൊട്ടടുത്ത് എത്തുന്നത് ചൈനയുടെ ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത്. ഈ ഭീഷണിയെ തടയാനാണ് ചൈന അന്താരാഷ്ട്ര സമൂഹത്തിന് ഭീഷണിയാണെങ്കിൽ പോലും ഉത്തര കൊറിയയെ താങ്ങി നിർത്താനുള്ള ശ്രമം നടത്തുന്നത്. ചുരുക്കത്തിൽ ചൈനയുടെ പിന്തുണ ഉത്തര കൊറിയ ഒരു വിനാശകരമായ ശക്തിയായി നിലനിർത്തുകയും അത് ഏഷ്യൻ മേഖലയിലും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാൻ, റഷ്യ, ഉത്തര കൊറിയ അതുപോലെ ചൈന എന്നീ കൂട്ടുകെട്ട് അമേരിക്കൻ വിരുദ്ധ ചേരിയായിട്ട് വളരുന്നു എന്ന് പറയുന്നുണ്ട്. അതും ഇവിടെ ഏറെ പ്രസക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് ഇറാൻ, റഷ്യ, ഉത്തര കൊറിയ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഔദ്യോഗികമായിട്ട് ഒരു അമേരിക്ക വിരുദ്ധമോ അല്ലെങ്കിൽ ഒരു സൈനിക സഖ്യമോ അമേരിക്കൻ വിരുദ്ധ ചേരിയോ ഒന്നും രൂപീകരിച്ചിട്ടില്ല. അത് ഒരു ഒഫീഷ്യലായിട്ട് അങ്ങനെ രൂപീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ 4 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും ഏകോപനവും ഗണ്യമായിട്ട് ഈ കാലയളവിൽ വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ആധിപത്യത്തോടുള്ള പൊതുവായ എതിർപ്പാണ് ഇവരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. ഈ കൂട്ടുകെട്ടിനെ പലപ്പോഴും പ്രതിയോഗികളുടെ അച്ചുതണ്ട്, അതായത് ആക്സിസ് ഓഫ് അപ്ഹീവൽ അല്ലെങ്കിൽ ക്രിങ്ക് ചൈന, റഷ്യ, ഇറാൻ, നോർത്ത് കൊറിയ എന്നിങ്ങനെയുള്ള പേരുകളിൽ അന്താരാഷ്ട്ര വിദഗ്ധർ വിശേഷിപ്പിക്കാറുണ്ട്. ഈ സഹകരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്വാധീനത്തെ വെല്ലുവിളിക്കുകയും നിലവിലെ ആഗോള ക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നതുമാണ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതലും ഉഭയകക്ഷി തലത്തിലാണ് നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഇറാൻ ഡ്രോണുകളും ഉത്തര കൊറിയ ആയുധങ്ങളും നൽകുന്നുണ്ട്. ഇതിന് പകരമായി റഷ്യ അവർക്ക് സൈനിക സാങ്കേതിക സഹായം നൽകിയേക്കാം. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ മറികടക്കാൻ ഇവർ പരസ്പരം സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിൽ നയതന്ത്ര പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും. ചൈനയുടെ പങ്കാളിത്തം പ്രധാനമായും സാമ്പത്തികവും നയതന്ത്രപരവുമാണ്. ഈ രാജ്യങ്ങളുമായി വ്യാപാരം തുടരുന്നതിലൂടെ ഉപരോധങ്ങളെ ദുർബലപ്പെടുത്താൻ ചൈന സഹായിക്കും. ഈ 4 രാജ്യങ്ങളും അവരുടെ ഭരണകൂടങ്ങളെ പാശ്ചാത്യ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കാനും ലോകരാജ്യങ്ങളിൽ തങ്ങളുടെ പ്രാദേശിക സ്വാധീനം ഉറപ്പാക്കാനും ശ്രമിക്കുന്നതിനാൽ അവരുടെ താല്പര്യങ്ങൾ ഒത്തുചേരുന്നുണ്ട്. ഇത് ഒരു പുതിയ പ്രതിയോഗി ചേരിയായി വളരാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്കയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിലനിർത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയം നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ചൈന
ഉത്തര കൊറിയ ബന്ധം ലോകത്തിന് നാളെ ഒരു വലിയ ഭീഷണിയാകുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.